പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കളെയും സ്വർഗീയ സന്ദേശത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചില മിനിറ്റുകൾ പ്രാർത്ഥനയോടുകൂടെ പദ്യവചനം, സത്യവചനം കേട്ട് ഗ്രഹിച്ച് നമ്മുടെ ആത്മിക ജീവിതത്തിൽ വിടുതലും സന്തോഷവും അനുഭവിപ്പാൻ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് കേൾക്കാം. ഹൗ ടു മെയിൻറ്റെയിൻ ഹോളിനെസ്, എങ്ങനെ വിശുദ്ധിയെ നിലനിർത്താം. പ്രിയരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ വിശുദ്ധിയിൽ നിൽക്കുക എന്നുള്ളത്, നമ്മൾ വിശുദ്ധിയിൽ നിലനിൽക്കുക എന്നുള്ളത്. ആമേൻ. പണത്തിലോ പ്രതാപത്തിലോ പേരിലോ പ്രസക്തിയിലോ ഒരിക്കലും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിലനിൽക്കേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധിയിലായിരിക്കണം. ആമേൻ. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചു, വേർതിരിച്ചു. ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസ് എഴുതിയ ലേഖനം, ആമേൻ, 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, സ്തോത്രം, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ. അജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനം ഇല്ലാതെ, അറിവില്ലാതെ ആയിരുന്ന കാലങ്ങളെ. പ്രൈസ് ഗോഡ്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, സ്തോത്രം, നിങ്ങൾ ജാതികളായിരുന്ന സമയത്ത്, ആമേൻ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, നിങ്ങൾ സ്നാനപ്പെടുന്നതിന് മുൻപ്, ജ്ഞാനസ്നാനം എടുക്കുന്നതിന് മുൻപ്, മുഴുകൽ സ്നാനം എടുക്കുന്നതിന് മുൻപ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുന്നതിന് മുൻപ്, വിശുദ്ധിയിലും വേർപാടിലും ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപ് ജാതികളായിരുന്ന കാലയളവിൽ, നിങ്ങളുടെ അജ്ഞാന കാലത്ത് നിങ്ങളിൽ കടന്നുകൂടിയ ആമേൻ മോഹങ്ങളെ, സ്തോത്രം, ദുർമോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കാതെ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ളവരായിരിക്കണം. നമ്മെ വിളിച്ച വിശുദ്ധനായ ദൈവത്തിന് ഒത്തവണ്ണം, ഇടത്തോട്ടും വലത്തോട്ടുമില്ല, ഒത്തവണ്ണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും, ഹല്ലേലൂയ, എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിന് 16-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. സ്തോത്രം. സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, ആമേൻ, 1-ാമത്തെ സബ്ജക്റ്റാണ് വിശുദ്ധീകരണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കുവിൻ. ആമേൻ. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, പണമാകട്ടെ, പ്രതാപമാകട്ടെ, നിങ്ങളുടെ പേരും പെരുമയുമാകട്ടെ, ആമേൻ, വിലപിടിപ്പുള്ള വസ്തുക്കളാകട്ടെ, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, നഷ്ടപ്പെട്ടാലും, ആമേൻ, നിങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരേ ഒരു വിഷയമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സ്തോത്രം. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമുക്ക് ദൈവത്തെ കാണണമോ? ഇവിടെ മരണപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന്, ആമേൻ, ദൈവത്തിൻ്റെ മുഖം കാണണമെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്ന് സത്യവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ വിശുദ്ധിയെ നഷ്ടമാക്കുന്ന, നിങ്ങളുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ
അകപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണം, ഇന്ന് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചതോടുകൂടി നിങ്ങൾ ആമേൻ ജ്ഞാനമുള്ളവരാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അജ്ഞാനകാലത്ത് നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞു കൂടിയ ദുർമോഹങ്ങളെ ആമേൻ ഹല്ലേലൂയ ഇനി ഒരിക്കലും നമ്മിലേക്ക് തിരിച്ചെടുക്കാതെ അതിനെ ക്രൂശിച്ച് ഹല്ലേലൂയ നാം ദൈവത്തിനുള്ള വിശുദ്ധിയിൽ നിൽക്കുക. അത് ദൈവം ആമേൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും? ഹല്ലേലൂയ. അതൊരു ചോദ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ വിശുദ്ധിയിൽ നിൽക്കണം? വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. അതിന് വിശുദ്ധ ബൈബിൾ തന്നെ ഉത്തരം പറയണം. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണമാണ്. നമ്മൾ അതിൽ നിൽക്കുക, വിശുദ്ധിയിൽ നിൽക്കുക. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു, ജാതികളായിരുന്ന നമ്മെ വിളിച്ച് വേർതിരിച്ച് ആമേൻ വിശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ആ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണം തന്നെയാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ആമേൻ നിങ്ങളുടെ ജീവനെ കൊടുക്കുക. പൗലോസ് വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഒരു ഭക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. യോസഫ് വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഒരു ഭക്തനാണ്. അശുദ്ധിയെല്ലാം യോസഫ് ഇട്ട് എറിഞ്ഞു ഓടി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയരെ, ഇന്ന് നിങ്ങൾ നിൽക്കേണ്ടത് വേർതിരിക്കപ്പെട്ട ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത് ആമേൻ നിങ്ങൾ നിൽക്കേണ്ടത് വിശുദ്ധിയിലായിരിക്കണമെന്ന്. ഹല്ലേലൂയ. പണത്തിന്റെ പേര് പറഞ്ഞ് ആമേൻ വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് നിറത്തിന്റെ പേര് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ സഭയ്ക്കകത്ത് ദൈവദാസന്മാർ തമ്മിൽ ദൈവമക്കൾ തമ്മിലടിച്ച് മാസമുള്ള ആമേൻ സ്തോത്രം കണക്ക് വായിച്ച് വർഷങ്ങളിലുള്ള കണക്ക് വായിച്ച് ആമീൻ അതിനകത്ത് ഇടർച്ചകൾ, സഭയ്ക്കകത്ത് ഇടർച്ചകൾ വന്ന് ആമീൻ ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഭയിൽ തമ്മിലടിച്ച് സഭ പിരിയുന്ന ഒരു കാലഘട്ടം. അവിടെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിലുള്ള വിശുദ്ധീകരണമാണ്. അപ്പോൾ വിശുദ്ധി വേണമെങ്കിൽ, വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാവോ? ഒരു വാക്യം കൂടി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിക്കുക. അപ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടത് സമാധാനമാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ 4 ഭിത്തികൾ കൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഹാളല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടമാണ്, ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. സ്തോത്രം. ആ സഭയ്ക്ക് വേണ്ടത് എന്തെന്നാണ് ബൈബിൾ പറയുന്നത്? ആ സഭ എല്ലാവരോടും സമാധാനം ആചരിക്കുക. സ്തോത്രം. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ആമേൻ എൻ്റെ പ്രിയരോട് ഞാൻ പറയട്ടെ, ആമേൻ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എല്ലാവരോടും നിങ്ങൾ സമാധാനം ആചരിക്കുക. അതൊരു ആചാരമായി നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കണം. ഭാര്യ ഭർത്താവിനോട് സമാധാനം പുലർത്തുക. ആമേൻ ഹല്ലേലൂയ. ഭർത്താവ് ഭാര്യയോട് സമാധാനം പുലർത്തുക. മക്കൾ തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കണം മക്കൾക്ക്. ദൈവത്തിന് സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ന്യൂസിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കേട്ടതാണ്, വീട്ടിൽ ആമീൻ പേരൻസ് ഇല്ലാത്ത സമയത്ത് 2 പെൺകുട്ടികൾ തമ്മിലടിച്ച് ആമീൻ സ്തോത്രം പ്രശ്നമുണ്ടാക്കി. ഒരുവൾ പോയി ആമീൻ സ്തോത്രം ആയുധമെടുത്ത് മറ്റവളെ കുത്തി കൊന്നുകളയാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. എന്താ കാരണം? സമാധാനമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ ന്യൂസിൽ കേൾക്കുന്നതല്ലേ, മാധ്യമങ്ങളിൽ കേൾക്കുന്നതല്ലേ? സമാധാനമില്ലാതെ എത്ര ദിവസങ്ങളിൽ നിരവധി ന്യൂസുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ തമ്മിലടിക്കുന്നത്,
അവിടെ സമാധാനം നഷ്ടപ്പെടുന്നു. വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ സഭ ഇങ്ങനെയാണോ? വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കുടുംബം ഇങ്ങനെയാണോ? അല്ലേ, അല്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കുന്നത് ആമേൻ സ്തോത്രം സമാധാനം വഴിയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതിൽ നമുക്ക് ലഭിക്കപ്പെടുന്നത് ദൈവത്തിലുള്ള വിശുദ്ധീകരണമാണ്. സമാധാനമുണ്ടോ? നിങ്ങൾക്ക് വിശുദ്ധിയുണ്ട്. ആമേൻ. ഞാൻ വചനത്തിനകത്തു നിന്ന് ഈ പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറുകയാണ്. ആമേൻ. നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാളോട് സമാധാനം പുലർത്തുന്നു എങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധീകരണമുണ്ട്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഹല്ലേലൂയ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സമാധാനത്തിൽ കൂടെ വിശുദ്ധീകരണം പ്രാപിക്കുക. ദൈവമക്കളെ, എന്തൊക്കെ ആമേൻ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങളുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയത്തിലേക്കും നിങ്ങൾ ഇൻവോൾവ് ആകരുത്. അതിൽ നിന്നും നിങ്ങൾ മാറിയിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, മഹത്വം എല്ലാം പങ്കെടുക്കൂ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പരസ്പരം സമാധാനം ആചരിച്ച് സ്തോത്രം. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധിയെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.